ഞങ്ങളിപ്പോൾ ഗുവാഹത്തിയുടെ പ്രാന്തപ്രദേശത്തുള്ള സോനാപൂരിലാണ്. ഇവിടെ സുബിൻ ഗാർഗ് മേഖലയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ധാരാളം ആളുകൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി സ്മരണികകൾ വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആസാമിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ 7-ാം തീയതി അവസാനിക്കും. എന്നാൽ സുബിൻ ഗാർഗിന് നീതി എന്നത് ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടി അവരുടെ 5 വാഗ്ദാനങ്ങളിൽ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്നാൽ സുബിൻ ഗാർഗിൻ്റെ മരണത്തിൽ കുറ്റപത്രം ചുമത്തപ്പെട്ട പ്രതികളെ 100 ദിവസത്തിനകം ശിക്ഷിപ്പിക്കും എന്നാണ്. മറുവശത്ത് BJP പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകരുത് എന്നാണ്. കാരണം ഇതിൽ അതിവേഗ വിചാരണ നടക്കുന്നുണ്ട്. അതിനാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ 100 ദിവസം പോലും കാത്തിരിക്കേണ്ടി വരില്ല. അടുത്ത 1 മാസത്തിനുള്ളിൽ കുറ്റവാളി ആരാണോ, കോടതിയുടെ വിധി എന്താണോ അത് വരും. അതിനാൽ കോടതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കണമായിരുന്നു. എന്നാൽ ഇതൊരു വലിയ വിഷയമാണെന്ന് BJPക്കും തോന്നുന്നതുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം കാരണം ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. അതുകൊണ്ട് ഈ കേസ് അതിവേഗ ട്രാക്കിലാക്കിയിരിക്കുകയാണ്. ഇതൊരു വലിയ വിഷയമാകാതിരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. അതിനാലാണ് അതിവേഗ വിചാരണ നടത്തുന്നത്. കുറഞ്ഞപക്ഷം ഈ അതിവേഗ വിചാരണ പ്രചാരണത്തിനിടയിൽ തുടങ്ങിയിട്ടുമുണ്ട്. വോട്ടിംഗ് 9-ാം തീയതിയാണ്. അതുവരെ വിധി വരുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ വിഷയം, അതായത് സുബിൻ ഗാർഗിൻ്റെ കുറ്റവാളികളെ ശിക്ഷിപ്പിക്കുക എന്ന ഈ വിഷയം, ഇതിൽ അടുത്ത 30 മുതൽ 45 ദിവസത്തിനുള്ളിൽ തീർച്ചയായും കോടതി വിധി വരും. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബീർഭിയുടെ വിഷയമാണ്. പക്ഷേ കേട്ടത് തന്നെയായിരിക്കും. ആ വർഷത്തിൽ നടക്കാനുള്ളത് അതിൽ നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സുബിൻ ഗാർഗിന്റെ ആ മരണം എന്തായിരുന്നു? സത്യത്തിൽ ഇതിപ്പോൾ പറയാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ പറയും അത് മരണമാണെന്ന്? ഇത് ഒരു വലിയ അപകടമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ സുബിൻ നിങ്ങൾക്ക് വളരെ വലുതായിരുന്നു. അതെ സുബിൻ ഞങ്ങളുടെ ഹൃദയമാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ഇത്രയധികം ആളുകൾ, അതായത് ഒരു ദിവസം കൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതായത് ഞങ്ങൾക്ക് വേണ്ടത് നീതി കിട്ടുമെന്നാണ്. കിട്ടും. ഞങ്ങൾക്ക് നീതി വേണം. നീതി കിട്ടണം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞങ്ങൾക്കും ഇതേ നീതി കിട്ടണം. സുബിൻ നീതി കിട്ടണം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്തെന്നാൽ സുബിൻ ഗാർഗിന് നീതി കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? അത് ശരിയാണ്. നീതി ഒരുപാട് വൈകിയിട്ടുണ്ട്. ഹേമന്ത് സർ പറയുന്നത് കേട്ടത് അദ്ദേഹത്തിന് സുബിൻ ദായെ മണ്ഡലത്തിലേക്ക് വേണ്ടെന്നാണ്. സുബിൻ ദാ ഞങ്ങളുടെ സാറും ദൈവവുമാണ്. നിങ്ങളോ? അല്ല, നമ്മുടെ CM സർ. അദ്ദേഹം പറഞ്ഞിരുന്നു സുബിൻ ദായ്ക്ക് നീതി കിട്ടുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് കിട്ടുകയുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നീതിയും കിട്ടിയില്ല. ഇപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് കാണുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. നീതി തന്നിരുന്നെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമായിരുന്നു. നീതി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ജുബിൻദായുടെ കൂടെയാണ്. ഞങ്ങൾ വോട്ട് ചെയ്യില്ല. എനിക്കല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ നീതി കിട്ടണമെന്ന വിശ്വാസമുണ്ട്. CM സർ നീതി നൽകിയാൽ വോട്ട് ചെയ്യണമെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അവൻ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും സമയമുണ്ട്. ഇലക്ഷന് 8-10 ദിവസം കൂടിയുണ്ട്. നീതി തരുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്ത്? എല്ലാവരും ഫ്രണ്ട് തന്നെയാണ്. നമ്മുടെ ഫാനാണ്. അവർക്ക് നീതി ലഭിക്കണം എന്ന കാര്യമാണ് നടക്കുന്നത്. കിട്ടണം. നീതി കിട്ടണം. നീതി കിട്ടണം. ജുബിൻ നീതി കിട്ടണം. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നീതി കിട്ടണം. അവർക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അവർക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ലഭിക്കണം. ആത്മതേരി ആ മനുഷ്യന് വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം. അദ്ദേഹം പാവപ്പെട്ടവർക്ക് എത്രമാത്രം ദാനം ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവരെ നന്നായി നോക്കും. രോഗിയായി ചെല്ലുന്നവരെ വെറുതെ പറഞ്ഞയക്കില്ല. എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് നീതി കിട്ടണം.